BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ ജി സുധാകരൻ പാർട്ടി വിടുന്ന തീരുമാനത്തിൽ നിലപാട് മയപ്പെടുത്തിയിരിക്കുന്നു. മുൻ MP CS സുജാത നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഈ മനംമാറ്റം. പാർട്ടിയിൽ കടുത്ത അവഗണനയാണ് നേരിടുന്നതെന്നും അതിൽ ഇനി CPM അംഗത്വം പുതുക്കില്ലെന്നുമായിരുന്നു ജി സുധാകരന്റെ നിലപാട്. അതോടൊപ്പം 2026 മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി അംഗത്വം പുതുക്കാൻ അപേക്ഷ നൽകിയില്ലെന്നും ആശയാദർശങ്ങളിൽ ജനലക്ഷങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും ജി സുധാകരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണമായ രൂപം ഇങ്ങനെയായിരുന്നു: 2026 മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി അംഗത്വം പുതുക്കാൻ ഞാൻ അപേക്ഷ കൊടുത്തില്ല. അതുകൊണ്ട് ലെവിയും വരിസംഖ്യയും അടയ്ക്കേണ്ടി വന്നില്ല. 2022 സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായി. ആലപ്പുഴയിൽ DC-യുടെ കീഴിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരികയാണ്. വീണു പരിക്കേറ്റ ശേഷം ഒരു ബ്രാഞ്ചിനൊഴികെ മറ്റെല്ലാത്തിലും കൃത്യമായി പങ്കെടുത്തിരുന്നു. 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിനു ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല. പരാതിയില്ല. 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള എനിക്ക് പൊതുപരിപാടികളൊന്നും ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 5 വർഷക്കാലം നൽകിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം എൻ്റെ വീടിനടുത്തുള്ള EMS ഹാളിൽ വെച്ച് നടത്തിയപ്പോൾ അടിയന്തരാവസ്ഥയുടെ ആദ്യകാലത്ത് തന്നെ നിരോധനം ലംഘിച്ച് പ്രകടനം നടത്തി അറസ്റ്റും ജയിൽവാസവും ലോക്കപ്പ് മർദ്ദനവും PIR കേസ് ഉൾപ്പെടെ അനുഭവിച്ച് ജില്ലയിൽ ജീവിച്ചിരുന്ന ഒരേ ഒരാളായ എനിക്ക് ഒരു ക്ഷണക്കത്ത് പോലും നൽകിയില്ല. എൻ്റെ അച്ഛനെ വരെ ആക്ഷേപിച്ച് ഒരു LC മെമ്പർ പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ ഒറ്റ ശിഷ്യനാണ്. ഇതെല്ലാം നേരിട്ട് കഴിഞ്ഞ 5 വർഷങ്ങളായി ഇവിടെ ഞാൻ പാർട്ടിയിൽ തുടരുകയാണ്. ഒരു പ്രലോഭനങ്ങൾക്കും കീഴടങ്ങിയില്ല. അപ്പോഴാണ് പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത് സംസാരിക്കാൻ ചെന്ന തോട്ടപ്പള്ളിക്കാരനായ ഒരു സഖാവിനോട് ശരിയല്ലാത്ത തരത്തിൽ ജില്ലാ നേതൃത്വത്തിൽപ്പെട്ടയാൾ സംസാരിച്ചതായി അറിഞ്ഞത്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി ഞാൻ ഒരു പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്ന അർത്ഥം വരുന്ന ശരിയല്ലാത്ത പ്രയോഗം നടത്തുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്തു. അത് കേട്ട് പത്രക്കാരെല്ലാം പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു. ഇതൊന്നും ചോദിക്കാനോ തിരുത്താനോ ആരും തയ്യാറായില്ല. കൂടുതൽ സംഭവങ്ങൾ വിവരിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടർന്ന് മേൽപ്പറഞ്ഞ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഈ മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി കാലത്തെ സ്വമനസാലെ മെമ്പർഷിപ്പ് പുതുക്കാതെ ഇരിക്കുകയാണ്. ആശയാദർശങ്ങളിൽ ജനങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇതിനെ തുടർന്നായിരുന്നു CPM-ൽ ജി സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാലും നിലപാടിൽ നിന്നും പിന്നോട്ട് നിൽക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് CS സുജാതയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹരിശങ്കറും ജി സുധാകരന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. ഇതോടൊപ്പം മാർച്ച് 6 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പെരുമ്പളം പാലം ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി ക്ഷണവും ലഭിച്ചു. എന്നാൽ നിലവിൽ പാർട്ടി അംഗത്വം പുതുക്കില്ലെന്നാണ് സുധാകരന്റെ തീരുമാനം. അംഗത്വം പുതുക്കാൻ 31 വരെ സമയമുള്ളതിനാൽ അനുനയ നീക്കം തുടരാനാണ് പാർട്ടിയുടെ തീരുമാനം. ഇനി സുധാകരനെ അനുനയിപ്പിക്കാൻ പിണറായി വിജയൻ ഇടപെടുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.